ശബരിമല മണ്ഡലകാലം ശബരിമല വ്രതം നോക്കുന്നു. ശബരിമലയിൽ പോകാൻ വ്രതം നോക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുളിക്കാതെ കയറി തൊഴുന്നൊരു അമ്പലം ഇതാണ്. ഞാൻ കേട്ടിട്ടില്ല. അല്ല, പുള്ളി ചോദിച്ചതാണ്. അതായത് വിയർത്ത് വിമ്മി കയറി തൊഴാൻ പറ്റുന്ന ഒരു അമ്പലം ഏതാ? അത് ശബരിമല മാത്രമാണ്. കുളിക്കാണ്ട് കയറുക. അല്ല, എങ്ങനെയാ പമ്പയിൽ കുളിച്ചിട്ട് പിന്നെ ശരീരം പളനിയിൽ പോയാൽ പോലും ആയിരത്തൊന്ന് പടി കയറിയാൽ മതി. ഇത് അതിനേക്കാൾ എത്രയോ കഠിനമാണ്. അപ്പോ നമ്മുടെ നാടിന്റെ കേരളത്തിൽ ജനിച്ച് കേരളത്തിൽ വളർന്ന് കേരളത്തിൽ തന്നെ ഭഗവാനായി മാറിയ ഏക ദൈവം അയ്യപ്പനാണ്. നാട്ടിലിപ്പോ ഇഷ്ടം പോലെ ചാത്തൻ സേവാ ഉണ്ട്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ബ്ലാക്ക് മാജിക് ആണ് അതൊക്കെ. പക്ഷെ ചാത്തൻ എന്ന് പറഞ്ഞാൽ മോശാളൊന്നും അല്ല, ശാസ്താവ് തന്നെയാ. മഹാദേവന് കുളിവാകയിലുണ്ടായതാണ് ചാത്തൻ. പക്ഷെ അദ്ദേഹത്തിനെ ആരാധിക്കുന്ന രീതികളാണ്. അതെ വയ്യാണ്ടായി കഴിഞ്ഞപ്പോ അവിടെ ഇരുന്നു. എനിക്ക് പറ്റില്ല അയ്യപ്പ, എനിക്ക് കയറാൻ പറ്റില്ല. അപ്പൊ ഒരു കുട്ടി വന്ന് ഒരു കല്ലെടുത്ത് മൂക്കുമേ വെച്ചിട്ട് കൊടുത്തു തന്നു. ശക്തിയാണ്, ഭയങ്കര ശക്തിയാണ് അയ്യപ്പൻ. അയ്യപ്പനെ ഇതുപോലെ നാട്ടുകാർക്ക് വിട്ടുകൊടുക്കാൻ പോയി. എല്ലാവരും നാട്ടുകാർക്ക് വിട്ടുകൊടുപ്പോ അയ്യപ്പനെ കാണാണ്ടായി. ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരുപാട് ആചാരങ്ങളും വിശ്വാസങ്ങളും കിടക്കുന്നുണ്ട്. ഇപ്പൊ ശബരിമല മണ്ഡലകാലമാണ്. ശബരിമല വ്രതം നോക്കുന്നവർ, ശബരിമലയിൽ പോകാൻ വ്രതം നോക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശബരിമല വ്രതം എന്ന് പറഞ്ഞാൽ പൂർണ്ണ വ്രതമായിരിക്കണം. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അയ്യപ്പൻ മാത്രമേ വിചാരിക്കൂ. അവര് ശബരിമലയ്ക്ക് മാലയിട്ടൊരു അയ്യപ്പ നമ്മൾ വിളിക്കുക. ലേഡീസിനെ മാലയപ്പറന്നാണ് വിളിക്കുന്നത്. അവര് ഒരു വ്യത്യാസമില്ല. പണക്കാരന് പാവപ്പെട്ട എല്ലാവരും കറുത്ത കൊണ്ടെടുത്തേ പോകുക. അവിടെ എത്ര വലിയ ആൾക്കാരും ഒരേപോലെയാണ് പോണത്. ഒരേപോലെ എത്തുന്ന സ്ഥലം ശബരിമലയാണത് അല്ലെ? എല്ലാവരും എത്തുന്നത്. ബാക്കി ഏത് അമ്പലത്തിൽ ആർഭാടം കാണിക്കും. ഗുരുവായൂരൊക്കെ ചെന്നാലൊക്കെ ഒരു ആർഭാടവും ഇല്ല. വലിയവൻ ചെന്നാലും ചെറിയവൻ ചെന്നാലും ഒരേപോലെ കെട്ടും തലയിൽ വെച്ചുകൊണ്ട് പോകാൻ. അതാണ് ശബരിമല. ശബരിമല വ്രതം എന്ന് പറഞ്ഞാൽ അത് 41 ദിവസം വ്രതം. ഇപ്പോൾ 5 ദിവസം 6 ദിവസം എടുക്കണവരൊക്കെയാണ്. ശരിക്കും 41 ദിവസം ശരിക്കും വ്രതം എടുത്താണ് ശബരിമലയിൽ പോകേണ്ടത്. എന്താ വെച്ചാൽ 48 കൊല്ലം പോയിട്ടുണ്ട് ശബരിമലയിൽ. അതായിരിക്കും ആ സമയം വരെ മരിക്കാൻ സാധിച്ചത്. അറിയില്ല നമുക്ക്. അപ്പോൾ അവർ അച്ഛനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വൃശ്ചിക 1-ാം തീയതി വ്രതം എടുത്താൽ മകരവിളക്കിനെ പോകൂ. മകരവിളക്കിന് അവിടെ സാന്നിധ്യം ഉള്ളൂ എന്ന് അച്ഛൻ പറയണത്. നമുക്കറിയില്ല, ഞാൻ പോയിട്ടില്ല ഇതുവരെ. കയറ്റങ്ങളൊക്കെ അല്ലേ പോയില്ല. അപ്പോൾ ശബരിമലയിൽ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വ്രതം രാവിലെ കുളിച്ച് ശരണം വിളിക്കണം. ഭക്ഷണം കഴിക്കുമ്പം വെള്ളം കുടിക്കുമ്പോൾ എല്ലാം ഭഗവാനെ കണ്ടിട്ട് കഴിക്കണം എന്നാ പറയാം. ചീത്ത വാക്ക് പറയാൻ പാടില്ല. സ്വാമി ശരണനെ പറയുള്ളൂ. വഴക്ക് പറയാൻ പാടില്ല. ചീത്ത വാക്കുകളൊന്നും പറയാൻ പാടില്ല. മത്സ്യമാംസാദികൾ മദ്യമൊന്നും കഴിക്കാൻ പാടില്ല. ശബരിമല എന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യം, നിത്യബ്രഹ്മചാര്യം വേണം. ഇതൊക്കെയാണ് ശബരിമല വ്രതത്തിന്റെ. ശരീരം കൊണ്ട് മാത്രമല്ല മനസ്സുകൊണ്ട് നല്ലതായിരിക്കണം. അതാ പറഞ്ഞത്. ഒന്നും ചീത്ത വാക്കോ ഒരു ചീത്ത ചിന്തിക്കോ പോലും പറ്റില്ല. അതുപോലത്തെ എത്ര പേരുണ്ട് ഇപ്പോൾ? പറയാൻ പറ്റില്ല നമുക്ക്. അല്ല, ആർക്കും പറ്റില്ല. എങ്ങനെയാ ഒരു കച്ചവടം ചെയ്യുന്ന ആൾക്ക്, ഒരു പോലീസുകാരനൊക്കെ പറ്റുമോ? ഒരു മത്സ്യ കച്ചവടക്കാരൻ ശബരിമലയ്ക്ക് പോകും, കടുവറ്റുവോ? ഇറച്ചി വെട്ടുകാരൻ പോകും. അവർക്ക് പണി ചെയ്യണ്ടേ? അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? പോണെന്ന് ആഗ്രഹമുണ്ട്, ചെയ്യാതിരിക്കാൻ പറ്റും. നമുക്ക് അരി വാങ്ങിക്കണ്ടേ? അപ്പൊ അത് ഒരു കച്ചവടക്കാരൻ അവന് പിന്നെ ഈ അരിയുടെ വില എത്രാന്ന് വെച്ചാൽ അവന് കിട്ടിയ വില പറയോ വിൽക്കുന്ന വില പറയുള്ളൂ. അതൊക്കെ കച്ചവടം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പോണും തന്നെ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, കുളിക്കാതെ കയറി തൊഴുന്നൊരു അമ്പലം ഇതാ. അതില്ല, ഞാൻ കേട്ടിട്ടില്ല. അല്ല, പുള്ളി ചോദിച്ചതാണ്. അതായത് വിയർത്ത് വിമ്മി കയറി തൊഴാൻ പറ്റുന്ന ഒരു അമ്പലം ഏതാ? അത് ശബരിമല മാത്രമാണ്. കുളിക്കാണ്ട് കയറുക. അല്ല, എങ്ങനെയാ പമ്പയിൽ കുളിച്ചിട്ട് പിന്നെ ശരീരം വിയർത്ത് വിമ്മി അല്ലേ നമ്മൾ പോണേ? സന്നിധാനത്ത് കുളിക്കാൻ പറ്റുമോ? കാര്യം എന്താന്ന് വെച്ചാൽ അവിടെ വ്യത്യാസം ഇല്ല. അവിടെ നല്ലതെന്ന് ചീത്തയെന്ന് ഒന്നുമില്ല. തത്വമസി, ഞാനും നീയും ഒന്നാണ്. അതാണ് തത്വമസിയാണ്. അതായത് അവിടെ മലിനവും ഇല്ല, ഒന്നുമില്ല, നന്മ മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ പളനിയിൽ പോയാൽ പോലും 1001 പടി കയറിയാൽ മതി. ഇത് അതിനേക്കാൾ എത്രയോ കഠിനമാണ്. അപ്പോ പമ്പയിൽ നമ്മൾ കുളിച്ചോന്നിരിക്കട്ടെ, പമ്പയിൽ കുളിച്ചാൽ പോലും അവിടെ ചെല്ലുമ്പോഴത്തേക്ക് വിയർത്ത് ആകെ മുഷിഞ്ഞിട്ടാണ് അതേപോലെ കയറല്ലേ. പിന്നെ അവിടെ കുളി. പക്ഷെ അവിടെ ഭഗവാന് പക്ഷാഭേദവും ഇല്ല. രാജാവ് ചെന്നാലും യാചകൻ ചെന്നാലും ഭഗവാൻ ഒരുപോലെയാ. ഭഗവാൻ അയ്യപ്പൻ, അതായത് നമ്മുടെ നാടിന്റെ കേരളത്തിൽ ജനിച്ച് കേരളത്തിൽ വളർന്ന് കേരളത്തിൽ തന്നെ ഭഗവാനായി മാറിയ ഏക ദൈവം അയ്യപ്പനാണ്. നാട്ടിലിപ്പോ ഇഷ്ടം പോലെ ചാത്തൻ സേവാ കേന്ദ്രങ്ങൾ വരുന്നുണ്ട്. അപ്പം അമ്മ ഈ ജാതകം നോക്കുന്ന ഘട്ടത്തിൽ ആരുടെയെങ്കിലും ജാതകവുമായി ബന്ധപ്പെട്ട് ഈ ചാത്തന്മാരുടെ ഉപദ്രവം ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ബ്ലാക്ക് മാജിക് ആണ് അതൊക്കെ. പക്ഷെ ചാത്തൻ എന്ന് പറഞ്ഞാൽ മോശാളൊന്നും അല്ല, ശാസ്താവ് തന്നെയാ. മഹാദേവന് കുളിവാകയിലുണ്ടായതാണ് ചാത്തൻ. പക്ഷെ അദ്ദേഹത്തിനെ ആരാധിക്കുന്ന രീതികളാണ് ഓരോരുത്തരും ഇഷ്ടത്തിനനുസരിച്ച് ആരാധിക്കും. പക്ഷെ ഹനുമാന്റെ ഇഷ്ടത്തിനനുസരിച്ച് ആരാധിച്ചാൽ വീഴില്ല. വീഴുവോ? ദേവിയെ അങ്ങനെ ഇഷ്ടത്തിന് ആരാധിക്കാൻ പറ്റൂല. പക്ഷെ ഈ ചാത്തൻ എന്ന് പറയുമ്പോൾ അവരുടെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും വിളിച്ചാലും അതെ. അപ്പൊ അങ്ങനെ വരുമ്പോ
ഈ മറ്റുള്ളവരെ നന്നാവുന്ന ഒരു അസൂയയുടെ ആൾക്കാരുണ്ടാവും, അവരതിനെ ബ്ലാക്ക് മാജിക്കായിട്ട് ചെയ്യും. ചാത്തനെ വെച്ചിട്ട്, പിന്നെ അതുപോലെ തന്നെ ഈ 4-ാം വേദം വെച്ചിട്ട്, 4-ാം വേദം എന്ന് പറഞ്ഞാൽ മുസ്ലിം പ്രയോഗം ഭയങ്കര പ്രശ്നമാണ്. അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മര്യാദയ്ക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് കച്ചവടം ഇല്ലാതിരിക്കുക, ബിസിനസ്സൊക്കെ പൂട്ടുക. മാത്രമല്ല വീട്ടിലേക്ക് ഒരു ബാഡ് സ്മെല്ല് വരിക, ഭക്ഷണങ്ങളൊക്കെ പെട്ടെന്ന് ചീത്തയാവുക, ഭക്ഷണം കഴിക്കുമ്പോൾ മുടി കിട്ടുക, കല്ല് കിട്ടുക. ഇങ്ങനെ ഇപ്പം കല്ലിൻ്റെ കാര്യമൊന്നും ഇല്ല കേട്ടോ, പഴയ കാലത്ത് അതൊക്കെ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് സംശയം തോന്നും, അതപ്പതം താഴേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവരൊന്ന് നോക്കും. ഈ ചാത്തൻ്റെ അനുഗ്രഹം ആ വീട്ടുകാർക്ക് മാത്രമേ ഉള്ളൂ. കാരണം ഇതൊക്കെ കിട്ടണമെങ്കിൽ 41 ദിവസം വെള്ളത്തിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. ഇപ്പം ഇവിടെ വെള്ളം ആര് പ്രാർത്ഥിക്കണം? അപ്പം ഇവരൊക്കെ 1 മാസത്തേക്ക് 3 മാസത്തേക്ക് കൊടുക്കും ഇവർക്ക്. അത് കഴിയുമ്പോൾ തിരിച്ചു ചെല്ലണം അവരടുത്തേക്ക്. നേരെ മറ്റേ ശബരിമലയിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് 1 കൊല്ലം കഴിഞ്ഞിട്ട് പോയാൽ മതി, പ്രശ്നമൊന്നുമില്ല, ഒരു പ്രശ്നമൊന്നുമില്ല. ഭഗവാൻ അറിയില്ല വരാൻ വന്നില്ലെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ശബരിമല പോണവരൊക്കെ പിന്നെയും പോകണമെന്ന് ആഗ്രഹിക്കും, അത് വേറെ കാര്യം. ഗുരുവായൂരപ്പനെ നമ്മൾ വിചാരിച്ചു നമുക്ക് ഗുരുവായൂർ പോയി പാൽപ്പായസം കഴിച്ചിട്ട് നമുക്ക് ഗുരുവായൂരപ്പൻ പറയൊന്നുമില്ല. ശബരിമലയിൽ ഒരിക്കൽ പോയ ആ പുണ്യം ജീവിതാവസാനം വരെ നിലനിൽക്കും എന്നുള്ളതാണ്. മാത്രമല്ല എല്ലാ കൊല്ലം പോകാൻ തോന്നും. അങ്ങോട്ട് ചെല്ലാതിരിക്കുന്നതല്ല, അദ്ദേഹം അവിടെ പൂർണ്ണ സന്യാസിയായിട്ട് അവിടെ ഇരിക്കുകയാണ്. മകരവിളക്കിന് 5 ദിവസങ്ങളിൽ മാത്രമാണ് അദ്ദേഹം മണിമണ്ഡപത്തിൽ നിന്ന് ഉയരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ആർക്കും അറിയില്ലല്ലോ, തുലാമാസം തുടങ്ങി പോവും. ഇപ്പൊ എല്ലാ മാസം പോണവരുണ്ട്. അതിനകത്ത് വേറെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ എല്ലാ മാസം തൊഴിലിന് പൊക്കോണ്ടിരിക്കുന്ന പറ്റുമെങ്കിൽ പോകാൻ പറ്റുന്ന ഒരാൾ. ഇപ്പൊ കഴിഞ്ഞ 2 മാസമായിട്ട് പോകാൻ പറ്റില്ല, കാരണം അവസാനം പോയി മഴയത്തിന്റെ നടുവൊന്ന് വെട്ടിയത്, അതുകൊണ്ട് നടുവൊന്ന് വെട്ടിയത്, അതുകൊണ്ട് 2 മാസം ഞാൻ സ്കിപ്പ് അടിച്ചു. പക്ഷെ പോവും. അത് മനസ്സിനും ശരീരത്തിനും നൽകുന്ന ഉണർവ്, അത് അങ്ങനെയും കൂടി ഒരു കൺസെപ്റ്റിൽ നമുക്ക് അതിന് മലയല്ലേ. ഇപ്പൊ എന്നെ പോലെ ഒരാൾ, ഇത്രയും വണ്ണമുള്ള ഒരാള്, ഞാൻ ഇവിടുന്ന് ശബരിമലയിൽ പോകുമ്പോൾ കഴിഞ്ഞ അവസാനം അവിടെ പോകുമ്പോൾ പെരുമഴ, മെയിൻ റോഡ് കയറി വിട്ടുന്നില്ല, സമയം ഇപ്പം റോഡ് വഴിയാണ് വിടുന്നത്, കാരണം അവിടെ എല്ലാം തെറ്റിക്കിടക്കുന്നുണ്ട്. ഞാനൊരു കുറച്ച് ദൂരം കയറി, എന്നോട് ആദ്യമായിട്ട് വരുന്ന ഒരാളുണ്ട്, ഇപ്പൊ എൻ്റെ കൂടെയുള്ള ഫഹദ് ഉണ്ട്. അപ്പോൾ ഫഹദ് എന്നെ പറ്റിച്ചിട്ടാണ് വരുന്നത്. എന്നോട് പറഞ്ഞത് ഞാൻ ശബരിമലയിൽ പോയിട്ടുണ്ട്, 1 വട്ടം കൂടെ പോകണം ചേട്ടൻ പോകും. അല്ല അങ്ങനെയല്ല, അവനെ അറിയാം, അവനെ കൊണ്ടുപോകില്ല എന്നറിയാവുന്നതുകൊണ്ട് വരാൻ, അവൻ ശബരിമലയിലൊന്ന് കാണണം, 1 വട്ടമെങ്കിലും കാണണം എന്നുള്ള ആഗ്രഹത്തിലാണ് അവൻ പറയുന്നത്. അപ്പോൾ നമ്മള് ഇവിടെ ചെന്ന് പമ്പ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ആശാൻ ആദ്യമായിട്ടാണ് വരുന്നത്. കാര്യം എവിടെ അയ്യപ്പന്റെ ശ്രീകോവില് എന്ന് ഗണപതി കോവില് കണ്ടപ്പോൾ ഇവൻ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഏറ്റവും കയറി തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് ഒട്ടും വയ്യ, എനിക്ക് വണ്ണം ഉള്ളതുകൊണ്ടും ഭയങ്കര ബാക്ക് പെയിൻ്റെ പ്രശ്നങ്ങളും എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ഇവരോട് നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ വണ്ടിയിലിരിക്കാം, അയ്യപ്പൻ എൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ വണ്ടിയിലേക്ക് നിങ്ങൾ എന്നോട് പോയി തൊഴുതിട്ടു ആ പാരനുമുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞു ഇല്ല ഞങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവന്മാർ എന്നെ ബാക്കിൽ നിന്ന് മുമ്പി തള്ളി. അങ്ങനെ ഞങ്ങൾ കുറച്ച് കയറി അവിടെ എത്തി, സന്നിധാനത്തെത്തിയിട്ട് ചെയ്തുകൂടാത്തതും പറഞ്ഞുകൂടാത്തതുമാണ്. ക്യൂ നിൽക്കാൻ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടല്ലോ, നമ്മൾ ചില പ്രിവിലേജുകൾ അവിടെ ഉപയോഗിക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ മാധ്യമപ്രവർത്തകർ എന്നുള്ള പ്രിവിലേജിൽ ചാടി മുന്നിൽ ചെല്ലുന്നു. അവിടെ ഞങ്ങളെ സെക്യൂരിറ്റി തടയുന്നു. അവിടെ വെച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തേട്ട വിളിച്ചു പറഞ്ഞ് പ്രശാന്തേട്ടൻ വിടാൻ പറഞ്ഞ് ഞങ്ങൾ കയറി ഭംഗിയായ അയ്യപ്പനെ തൊഴുതു, ഒരു ശാസ്താവിനെ തൊഴുതു, മണിമണ്ഡപത്തിലെത്തി അയ്യപ്പനെ തൊഴുതു, മാളികപ്പുറത്തമ്മയെ തൊഴുതു. തിരിച്ച് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ, അങ്ങോട്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ടാ കയറി, ഈ തൊഴുതിറങ്ങി കഴിയുമ്പോൾ മനസ്സിലൊരു തോന്നൽ, സ്വാമി അയ്യപ്പ എന്ന് വിളിച്ചിട്ട് ഞാനൊരു നടന്നു. ഇവന്മാർ ബാക്കിൽ നിന്ന് എന്നെ വിളിക്കുന്നുണ്ട്, ചേട്ടാ എന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ അവിടെ അങ്ങ് നിൽക്കാതെ പകുതിക്കിപ്പുറം വരെ, ഇത് തിരിച്ചിറങ്ങുമ്പോഴാണ് ഏറ്റവും ബുദ്ധിമുട്ട്. മല കയറുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് മല ഇറങ്ങുമ്പോൾ, പ്രത്യേകിച്ച് സ്വാമി അയ്യപ്പൻ റോഡ്. കാര്യം ഫുള്ള് തിരിവുകൾ, വളവുകൾ, ട്രാക്ടർ ഉണ്ടാവും, കുത്തിറക്കം, മഴ, തെറ്റലുണ്ട്. ഞാൻ ഈ വണ്ണം വെച്ചിട്ട് ഇറങ്ങുമ്പോഴാണ് മുട്ടുപിടിക്കുക. അങ്ങോട്ടേക്ക് കയറുമ്പോൾ മുട്ടുപിടുത്തം മുതലായിട്ടുണ്ടാവില്ല, നടുപിടിക്കും. പകുതിയിൽ കൂടുതൽ സ്വാമി അയ്യപ്പ എന്ന് പറയുന്ന ആ ഒരു ഒറ്റ മന്ത്രം പറഞ്ഞുകൊണ്ട് നിന്നു. അവിടെ എത്തി ഒരു വെള്ളം കുടിച്ചു. പിന്നെ വീണ്ടും അത് തുടങ്ങിയത് പമ്പയിൽ വന്നിട്ടാണ്. ഒരേ ഒരു സ്റ്റോപ്പ് മാത്രമാണ് ഞാൻ എടുത്തത്. സാധാരണ ഇതിൽ തിരിച്ചിറങ്ങുമ്പോൾ ഒരു 10 അടുത്ത് ഇരുന്നിരുന്ന് വരുന്ന ഞാൻ ഒറ്റ സ്റ്റോപ്പ് എടുത്തു. എനിക്കപ്പോൾ അവർ വരാൻ നിർബന്ധിതരായി എന്നുള്ളതാണ്. അപ്പം നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ശാരീരികവും മാനസികവുമായി കിട്ടുന്ന ഒരു ഊർജ്ജമുണ്ട്. ഞാൻ അതിനെ അങ്ങനെയാണ് കാണുക. അപ്പോൾ ശരീരത്തിലെ ഒരു എക്സസൈസാണ്. ഇപ്പം നമുക്ക് വേറെ എക്സസൈസ് ഒക്കെ ചെയ്യാനുള്ള പരിമിതികളൊക്കെ ഉള്ളതുകൊണ്ട് ശരീരത്തിന് കിട്ടുന്ന ഒരു എക്സസൈസ്, അവിടെ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. കുറച്ച് നേരം അവിടെ നിൽക്കുമ്പോൾ അവിടുത്തെ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെ കണ്ടുപോകുന്ന ഒരുപാട് പേര് എല്ലാ മാസം വ്രതത്തോടുകൂടി അല്ലല്ലോ പോകുന്നവരുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ശബരിമലയിലെ ധ്വജം നിർമ്മിച്ച കൂട്ടത്തിലുണ്ടായിരുന്ന അനന്തമേശ്വരിയുടെ മകൻ അനുനന്ദൻ, അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത്, രോഹിത് എനിക്കൊരു പ്രിവിലേജ് ഉണ്ടെന്ന് വിശ്വസിച്ച് ഞാൻ ഇങ്ങനെ സ്ഥിരമായി, കാരണം ശബരിമലയിലെ ധ്വജ നിർമ്മാണം അവരാണ് ചെയ്യുന്നത്, വർഷങ്ങളോളം എടുത്ത പ്രോസസ്സാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അയ്യപ്പൻ നമ്മുടെ സ്വന്തം ആളാണ് എന്നുള്ള രീതിയിൽ എല്ലാ മാസമൊക്കെ പോകും, പല ആവശ്യങ്ങൾക്കായിട്ട് പോകും. ഒരിക്കൽ മകനുമായിട്ട് പോവാ. അപ്പോൾ എല്ലാവരും ഇരുമുടിക്കെട്ടൊക്കെ ഏന്തി പോകുമ്പോൾ നമ്മൾ ഇരുമുടിക്കെട്ടൊന്നും ഇല്ല, അവിടെ ചെല്ലുക, 18 കോടി ഒന്നും ചവിട്ടുന്നില്ല, ഇപ്പുറത്തൂടെ കയറി തൊഴുക, തിരിച്ചിറങ്ങി വരിക. കാരണം അവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകൾ നമ്മുടെ ആളുകളാണ്. അപ്പോൾ അവിടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പോകുമ്പോൾ സ്വാമി അയ്യപ്പൻ റോഡ് വഴി കയറി പോയപ്പോൾ എങ്ങനെയോ അദ്ദേഹത്തിന് വഴി തെറ്റി. അതേപോലെ വഴി തെറ്റേണ്ട ഒരു കാരണവുമില്ല, എങ്ങനെയോ ഒരു ഇടവഴിയിലേക്ക് കയറി കുറച്ചു ദൂരം ചെന്നപ്പോൾ ഒരു ക്ഷീണം വന്നു. ഒരിടത്ത് ഇരുന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ നടന്നു വരികയാണ്. ചെറുപ്പക്കാരൻ നടന്നു വന്നിട്ട് ഇവിടെ തോന്നിച്ച് എന്നെ കയറിക്കറേ എന്ന് തമിഴിൽ ചോദിച്ചു. ഇല്ല, ചുമ്മാ ഇരിക്കുന്നു, എന്താ ഇവരുടെ മനസ്സിലെന്താ ആരാ ഞങ്ങളോട് ചോദിക്കാൻ എന്നുള്ളൊരു ഭാവം. എന്താ വേറെ കുട്ടിയുണ്ട്, ഇരുപടി കെട്ടോ, ഇരുപടി കെട്ടെങ്കേ, ഇരുപടി കെട്ടില്ല, ഒരു വാട്ടി കൂടി ഇരുപടി കെട്ടെടുക്കാൻ വന്നിരിക്കാന്ന് ചോദിച്ചിട്ട് ഈ പുള്ളി നടന്നുപോയി. അപ്പൊ അല്ല, ഇവര് രണ്ടുപേരും ഇത് വിട്ടു കളഞ്ഞിട്ട് നടന്നു. ഇവര് പറയുന്നത് സ്വാമി അയ്യപ്പൻ റോഡിൽ നിന്ന് ഈ ഇടവഴി കയറി എങ്ങനെയാ ഇവര് ശരംകുത്തിയിലെത്തി എന്നാണ് പറയുന്നത്. ശരംകുത്തിയിലെത്തി തൊഴുതു, ഇവരത് വിട്ടു. തിരിച്ചു വന്നിട്ട് ഒരു കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഇദ്ദേഹം എന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ സംഭവം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു. ഈ സമയത്ത് ഇദ്ദേഹം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു സിനിമയ്ക്ക് ഒരു കഥ ചെയ്യാൻ വേണ്ടി, ഇദ്ദേഹം ആ ശില്പിയാണല്ലോ, ഈ ക്യാരക്ടറിനെ എല്ലാം വരച്ചു വെച്ചിരിക്കുകയാണ്. അയ്യപ്പൻ, ശാസ്താവ്, ഈ 12 രാജാവ്, മോഹിനി, ഇതെല്ലാം വരച്ചു വെച്ചിട്ടുണ്ട്. ഇദ്ദേഹം പെട്ടെന്ന് എന്തോ ഓർത്തിട്ട് നിൽക്കുമ്പോൾ മകൻ വന്ന് ചോദിച്ചു, എന്നാലും അച്ഛാ അന്ന് നമ്മുടെ അടുത്ത് എന്തിനാ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ചേട്ടൻ ചൂടായത്, ഇരുമുടിക്കെട്ട് എന്തിനാണെന്ന് ചോദിച്ചേ. ഇവർ രണ്ടുപേരും മനസ്സിൽ ഒരേ സമയത്ത് ഈ ചിന്തയുണ്ടാക്കി. ഈ ബുക്ക് മറിച്ച് നോക്കിയപ്പോൾ ഇദ്ദേഹം വരച്ചു വെച്ചിരിക്കുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ, അതേ ഫേസ് കട്ടുള്ള ആളാണ് ഇവരോട് വന്ന് ചോദിച്ചത്. അപ്പൊ അദ്ദേഹം പറയുന്നു, ഞാൻ അയ്യപ്പനെയാണ് കണ്ടത്. അപ്പൊ എല്ലാവരും ഇരുമുടിക്കെട്ട് എടുത്ത് വരുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് എന്തോ ഒരു അഹങ്കാര ഭാവത്തിൽ അവിടെ ചെല്ലുകയാണ്. അതിന് അയ്യപ്പൻ തന്നെ വന്ന് പറഞ്ഞാണ് ഇങ്ങനെ. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുന്നത്, ദൈവമേ എൻ്റെ ശബരിമല യാത്രകളൊക്കെ ഇങ്ങനെയായിരുന്നല്ലോ. അപ്പോൾ ഞാൻ പലപ്പോഴും എന്നോട് മലയ്ക്ക് പോകുന്നില്ലേ, അമ്മ എന്നോട് ചോദിച്ചില്ല ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് മലയ്ക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞത് എന്താ, അമ്മ ഞാൻ മണ്ഡലകാലത്തിൽ പോകാറില്ല, മാസം തോരലിനാ പോകാറെന്നാണ്. പക്ഷെ ഞാൻ നേരത്തെ തന്നെ ഞാനായിരുന്നു, ആ ഇന്റർവ്യൂവിന് മുമ്പുള്ള ഞാനായിരുന്നെങ്കിൽ ഞാൻ പറയുന്നത് അയ്യപ്പൻ ഞങ്ങളുടെ അയലോക്കക്കാരനാണ്. അങ്ങനെയല്ല, ഞാൻ കൊട്ടാരക്കരയാണ്, പന്തളമാണല്ലോ, അപ്പുറം ഇപ്പുറമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോ വേണേലും അവിടെ പോവാം, ഞങ്ങൾക്ക് 3-4 ദിവസം പോകാൻ മതി എന്ന അഹങ്കാരത്തോടെ ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. ആ അഹങ്കാരം എനിക്ക് ആ ഇന്റർവ്യൂവിൽ മാറി കിട്ടി ഈ കഥ കേട്ടപ്പോ. അപ്പൊ ഓരോരുത്തർക്ക് ജീവിതത്തിൽ അയ്യപ്പൻ ശരിക്കും ഉണ്ട് അയ്യപ്പന്റെ. കാരണം ഈ ഞങ്ങളുടെ ഒരു അമ്പലമുണ്ട് ഇവിടെ, മൂക്കംകുറിഞ്ഞി അമ്പലം, ഫേമസ് ഒന്നും അല്ല, നമ്മുടെ കുടുംബശ്രീ. അപ്പൊ ഒരമ്മാവൻ, ഒരു കാർന്നവര്, ഇവിടെ മരുമക്കത്തായാണല്ലോ എപ്പോഴും പോകുമായിരുന്നു അത്രേ. കഥ കേട്ടേക്കണതാ. പോയി അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ വയ്യാണ്ടായി, വയസ്സായി. അപ്പോൾ അന്ന് നടന്നു പോകണം, എവിടെ നിൽക്കുന്നത് നടന്നു പോകണം. അപ്പോൾ അവിടെ വയ്യാണ്ടായപ്പോൾ വണ്ടികളൊന്നുമില്ലല്ലോ, വയ്യാണ്ടായി കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്നു. എനിക്ക് പറ്റില്ല അയ്യപ്പ, എനിക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ ഒരു കുട്ടി വന്ന് ഒരു കല്ലെടുത്ത് മൂക്കുമേ വെച്ചിട്ട് കൊടുത്തു എന്ന്. ആ അമ്പലമാണ് മൂക്കം കുറിഞ്ഞി. പക്ഷെ ശക്തിയാണ്, ഭയങ്കര ശക്തിയാണ് അയ്യപ്പൻ. അയ്യപ്പനെ ഇതുപോലെ നാട്ടുകാർക്ക് വിട്ടുകൊടുക്കാൻ പോയി. എല്ലാവരും അമ്പലം അങ്ങനെ നാട്ടുകാർ വിട്ട് നന്നാവുമല്ലോ. നാട്ടുകാർക്ക് വിട്ടുകൊടുപ്പോൾ അയ്യപ്പനെ കാണാണ്ടായി. അന്വേഷിച്ച് നിന്നപ്പോൾ ഏതോ ഒരു സ്ഥലത്ത് കിട്ടി അയ്യപ്പനെ. പിന്നെ അയ്യപ്പനെ തിരിച്ചു കൊണ്ടുവന്ന് ശുദ്ധീകരിച്ചൊക്കെ ശരിയാക്കി. പക്ഷെ വീട്ടുകാരിൽ അതൊരാളും അങ്ങനെ ഏറ്റെടുക്കുന്ന ഇഷ്ടമല്ല. വീട്ടുകാർ 10-120 വീട്ടുകാരുണ്ട്. അപ്പം എല്ലാവരും മാസം തോറും പിരിവിട്ടാണ് അമ്പലം നടത്തുന്നത്. അവർ നന്നായിട്ട് നടന്നു പോകണു. ശക്തിയുള്ള അയ്യപ്പനാണ്, എന്തും വിളിച്ചാൽ വിളിപ്പുറത്ത് ഭയങ്കര ശക്തിയാണ്. അപ്പം ഭഗവാൻ മണ്ഡലകാലമാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു മണ്ഡലകാല ആശംസിക്കുകയാണ്.